വീണ്ടും വരുന്നവനായ കഥാവായി യേശുവിൻ്റെ ദുസ്തുല തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയും സ്നേഹവും നിറഞ്ഞവനായിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ദൈവമുഖത്തേക്ക് നോക്കുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കൃപയും കരുണയും ദയയും ഒക്കെ പ്രാപിക്കുവാനായി ദൈവം ഒരു പുതിയ ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരാം. 118 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ മനുഷ്യരെ പേടിക്കുകയില്ല. യഹോവ എന്നെ സഹായിക്കുന്നവരോട് കൂടെ എൻ്റെ പക്ഷത്തുള്ളത് കൊണ്ട് മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും, ഞാൻ അവരെ പേടിക്കുകയില്ല എന്ന് പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിലും ദാവീദിന് ഉറപ്പുണ്ടായിരുന്നതുപോലെ നമുക്കും പറയാം, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ആരെയും പേടിക്കുകയില്ല. എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. പ്രിയമുള്ള ദൈവമക്കളെ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് ആരും തുണയില്ല എന്ന് കരുതിയാലും സകലത്തെയും സൃഷ്ടിച്ച ഈ ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും സകലതിനെയും സൃഷ്ടിച്ച സർവശക്തനായിരിക്കുന്ന ആ ദൈവം നമ്മോട് തുണയുണ്ടെങ്കിൽ നമുക്ക് ആരെ ഭയപ്പെടുവാൻ കഴിയും? റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. അപ്പോൾ പിതാവായിരിക്കുന്ന ദൈവം നമുക്കുണ്ട്, കർത്താവായിരിക്കുന്ന യേശു നമുക്കുണ്ട്. അതോടൊപ്പം കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും. ഹല്ലേലൂയ. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ പിതാവായിരിക്കുന്ന ദൈവം നമുക്ക് തുണയായി സകലത്തിന് സഹായകനായും കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. അത് അനുഭവിക്കാത്ത പ്രിയപ്പെട്ടവർ, ആ ഒരു ഉറപ്പ് ഹൃദയത്തിൽ വന്നിട്ടില്ലാത്തവർ, ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങൾ ഉറയ്ക്കണം. നിങ്ങൾക്ക് വേണ്ടി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട് എന്ന് ആ ഒരു ബോധ്യത്തോടുകൂടി ഇന്ന് പകൽക്കാലവും നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പോൾ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്ന കർത്താവേ, അങ്ങ് സ്തുതികളുടെ മധ്യത്തിൽ അധിവസിക്കുന്ന ദൈവം, സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന ദൈവം, ഞങ്ങളോട് കൂടെ ഇരിക്കുന്നവർ, ഞങ്ങളോട് കൂടെ നടക്കുന്ന ദൈവം, മാറാത്ത ദൈവം, ഞങ്ങൾ മാറിപ്പോകുമ്പോഴും മാറ്റമില്ലാത്ത കർത്താവിനായി സ്തോത്രം ചെയ്യുന്ന പച്ച അങ്ങ് വിശ്വസ്തനായിരിക്കുന്ന ദൈവം, ഞങ്ങൾ അവിശ്വസ്തരായി പാർക്കുമ്പോഴും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ദൈവമേ വിശ്വസ്തനായിരിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച അങ്ങ് നൽകിയിരിക്കുന്ന എല്ലാ അളവില്ലാത്ത നന്മകളെക്കുറിച്ച് ഓർത്ത് നന്ദി പറയുന്നു. ഓരോ ദിവസവും അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകുമ്പോൾ അപ്പോൾ ആ ദൈവമേ അതോടുകൂടി ആ ദിവസത്തേക്ക് ആവശ്യമായിരിക്കുന്ന സകല മന്നയും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം അപ്പച്ച. ഞങ്ങൾക്ക് ശരീരത്തിന് ആവശ്യമുള്ളത്, ഞങ്ങളുടെ മനസ്സിന് ആവശ്യമുള്ളത്, ഞങ്ങളുടെ തലമുറകൾക്ക് ആവശ്യമുള്ളത്, ഞങ്ങളുടെ സമ്പത്തിന് ദൈവമേ സകല മേഖലകളിലും ദൈവത്തിൻ്റെ കരുതൽ ഇന്ന് പകൽക്കാലം ഇറങ്ങി വരുന്നതിനായി നന്ദി. അങ്ങ് ഞങ്ങളെ സമൃദ്ധമായി നടത്തുന്നതിനായി സ്തോത്രം. സമൃദ്ധിയിലേക്ക് അവിടെ നിന്ന് ഞങ്ങളെ കൊണ്ടുപോകുന്നതിനായി നന്ദി അപ്പച്ച. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഞെരുക്കത്തിലിരുന്ന് വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് വിശാലത വരുത്തി, വിശാലതയിൽ എന്നെ നിർത്തി എന്ന് ദാവീദ് പറയുന്നത് പോലെ കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ അനേക ഞെരുക്കങ്ങളിൽ നിന്ന് ഞങ്ങൾ നിലവിളിച്ചു, എങ്ങനെയെന്നറിയാതെ കർത്താവെ, ഞങ്ങൾക്ക് പോലും അറിയാതെ ഞങ്ങളുടെ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുന്ന അപ്പച്ച. ദൈവമേ, ഇതിലൊന്നും നിൽക്കാതെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തുവാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ദൈവമേ, ഭവനങ്ങളില്ലാതിരിക്കുന്നവർക്ക് മനോഹരമായിരിക്കുന്ന ഭവനത്തെ അവിടെ നിന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേസുകളിലൊക്കെ കുരുങ്ങിപ്പോയിരിക്കുന്ന വസ്തുക്കൾ പാരമ്പര്യമായി ദൈവമേ ലഭിച്ചിട്ടും നന്മകൾ അവകാശമാക്കുവാൻ കഴിയാതെ പല കുരുക്കുകളിൽ പെട്ട് വഴിയില്ലാതെ മറ്റുള്ളവർ അവകാശം പറഞ്ഞും തർക്കത്തിലും വാദത്തിലും ഒക്കെ കിടക്കുന്ന ചില പ്രോപ്പർട്ടികളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ, ദൈവത്തിൻ്റെ കരം ചലിക്കണമേ കർത്താവേ. ദൈവമേ, നന്മകൾ അനുഭവിക്കാൻ, പുരാതന ശൂന്യങ്ങളെ പണിയുന്നവനെന്നും കേട് പോക്കുന്നവനെന്നും നിനക്ക് പേർ വരുമാറാകും എന്ന് യെശയ്യാ പ്രവാചകനിൽ കൂടി അവിടെ നിന്ന് ദൈവമേ അരുളി ചെയ്തിരിക്കുന്നത് പോലെ ഈ പ്രിയപ്പെട്ടവർ ഇതുവരെ അനുഭവിക്കാത്ത ചില നന്മകൾ, ദൈവമേ പാരമ്പര്യമായി ലഭിക്കേണ്ടുന്ന ചില നന്മകൾ ഇവരുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. യേശുവിൻ നാമത്തിൽ വഴിയില്ലാതിരിക്കുന്ന വസ്തുക്കൾക്ക് ദൈവമേ വഴി ഉണ്ടാകട്ടെ കർത്താവ്. ഇവർക്ക് മുന്നിൽ അടയപ്പെട്ട വഴികൾ, വാതിലുകൾ തുറക്കപ്പെടട്ടപ്പാ. ദൈവമേ, ജോലിയുടെ കാര്യങ്ങളിൽ കർത്താവെ സ്തോത്രം, കുഞ്ഞുങ്ങളുടെ അഡ്മിഷനുകൾ, വിവാഹ ജീവിതത്തിനായി വഴികൾ, വാതിലുകൾ തുറക്കുവാനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഏജ് ഓവറായി
എന്ന് തോന്നുന്ന ദൈവമേ പെൺമക്കൾക്കായി ആൺമക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി കർത്താവെ അവർക്ക് വേണ്ടി സ്വർഗം കരുതിയിരിക്കുന്ന തുണകളെ ദൈവമേ അവിടെ നിന്ന് കൊണ്ടു കൊടുക്കണം അപ്പച്ച. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതങ്ങൾ ഞങ്ങളുടെ തലമുറകൾക്കുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ യൗവനക്കാരായിരിക്കുന്ന മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ, വശീകരണത്തിലും ചതിയിലും എല്ലാം പെടുത്തി ദൈവമേ കോളേജിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങൾ, ആൺകുഞ്ഞുങ്ങൾ, കർത്താവെ സ്തോത്രം. ദൈവമേ പിശാച് അവരെ കയ്യിൽ ദൈവമേ ആയുധം പോലെയാക്കി ദൈവമേ മറവിടങ്ങളിൽ, ഒളിയിടങ്ങളിൽ, ദൈവമേ പല സ്ഥലങ്ങളിലും ചതി കുഴികളിലേക്കൊക്കെ ചെന്നുപെട്ട ജീവിതം ദൈവമേ തകർന്നുകൊണ്ടിരിക്കുന്ന യൗവനക്കാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തെറ്റായ കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾ മടങ്ങി വരുവാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു വഴിയിലേക്ക് ദൈവമേ പിശാച് ദൈവമേ തെറ്റിച്ചു കൊണ്ടിരിക്കുന്ന ചില കുഞ്ഞുങ്ങളെ അത്ഭുതകരമായിട്ട് അവിടെ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ദൈവമേ ദേശങ്ങളിൽ യൂത്ത് ക്യാമ്പുകൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ കർത്താവെ, യൂത്ത് ഗ്യാതറിങ്സ് ഉണ്ടാകട്ടപ്പാ. ദൈവമേ കുഞ്ഞുങ്ങൾക്ക് വന്നു ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് ദൈവികമായിരിക്കുന്ന ബലവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും പ്രാപിച്ച് ദൈവമേ ശക്തരായ ആത്മീയ മക്കളാക്കി ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ ദൈവമേ കുഞ്ഞുങ്ങൾക്ക് ഇടവരണമേ. അതിനായി കർത്താവെ മുതിർന്നവരുടെ ദൈവമേ നേതൃനിരകളിൽ സഭയിലൊക്കെ ആയിരിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ദർശനങ്ങളെ അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ദിവസങ്ങളിൽ ദൈവമേ ലോകമെങ്ങും നടക്കുന്ന കൺവെൻഷൻ യോഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ഈ 2025 അതിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. വർഷാന്ത്യ പ്രാർത്ഥനകളായി, ഉപവാസ പ്രാർത്ഥനകളായി, കൺവെൻഷൻ യോഗങ്ങളായി നടക്കുന്ന ദൈവമേ കാത്തിരിപ്പ് യോഗങ്ങളായി, മുഴുരാത്രി പ്രാർത്ഥനകളായി ഒക്കെ ദൈവമേ നടക്കുന്ന എല്ലാ മീറ്റിംഗ്സിനെയും ദൈവകരങ്ങളിലേക്ക് തരുന്നു. ആത്മാക്കൾ വിടുവിക്കപ്പെടട്ടെ, മാനസാന്തര അനുഭവങ്ങൾ ഉണ്ടാകട്ടെ, പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ദൈവമേ സ്തോത്രം. കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടട്ടെ. ദൈവദാസന്മാർ ശുശ്രൂഷകൾക്ക് വേണ്ടി കർത്താവെ യൗവനക്കാരും ദൈവമേ ദൈവമക്കളും ശുശ്രൂഷകൾക്കായി തങ്ങളുടെ ജീവിതത്തെ കർത്താവെ സമർപ്പിക്കട്ടെ. ദൈവമേ സ്തോത്രം. വലിയ ആത്മീക ചലനങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. രാത്രിയും പകലും എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന അനേക മക്കൾ ദൈവമേ ഉണർവോടുകൂടി എഴുന്നേൽക്കട്ടെ പച്ച. ദൈവമേ പഴയ പാമ്പായിരിക്കുന്ന പിശാചിൻ്റെ തലയെ തകർക്കുവാൻ തക്കവണ്ണം ആത്മാവിൽ ബലം പ്രാപിച്ച ഒരു കൂട്ടം ദൈവമക്കൾ ശക്തിയോടുകൂടി ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എഴുന്നേൽക്കുവാനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ രാജ്യം ശക്തിയോടുകൂടി ഞങ്ങളുടെ ദൈവമേ ഇടയിൽ വെളിപ്പെട്ട് വരട്ടപ്പ. അവിടെ നിന്ന് ചെയ്യുന്നതിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവെ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് തരുന്നു. വിവിധ തരത്തിലുള്ള രോഗങ്ങൾ, ഞങ്ങൾ അറിയാത്തത് ദൈവമേ പലത് ചെയ്തിട്ടും കണ്ടുപിടിക്കുവാൻ കഴിയാതിരിക്കുന്ന രോഗം അറിഞ്ഞിട്ടും കർത്താവെ ട്രീറ്റ്മെൻറ്റിന് ദൈവമേ ട്രീറ്റ്മെൻറ്റ് ഫിക്സ് ചെയ്യുവാൻ കഴിയാതിരിക്കുന്ന വ്യക്തികൾ, ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് സൗഖ്യമാകാതിരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഇരുട്ടിൻ്റെ പോരുകൾ, ശരീരങ്ങളിൽ വ്യാപരിച്ചു കിടക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ പോരുകൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ പച്ച. ഹല്ലേലൂയ. ബലഹീനതകൾ, വേദനകൾ, ഹല്ലേലൂയ ദൈവമേ ക്ഷീണം, പ്രയാസങ്ങൾ ഒന്നും ചെയ്യുവാൻ ഉത്സാഹമില്ലാതെ വണ്ണം കർത്താവെ ക്ഷീണിച്ച അവസ്ഥയിലൊക്കെ ഇരിക്കുന്നവർ ഇന്നൊരു പുതുബലം ധരിക്കട്ടെ. ഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ദൈവമേ അവർ തളർന്നു പോകാതെ നടക്കുകയും ക്ഷീണിച്ചു പോകാതെ ഓടുകയും കഴുകനെ പോലെ ചിറകടിച്ച് പറന്നുയരുകയും ചെയ്യും എന്ന വചനത്താൽ ഇന്ന് പകൽക്കാലം എല്ലാ രോഗബന്ധനങ്ങളെ കുടഞ്ഞു കളഞ്ഞ് എല്ലാ മാനസിക തകർച്ചകളിൽ നിന്ന് എഴുന്നേറ്റ് കർത്താവെ കഴുകനെ പോലെ ദൈവമേ പറക്കുവാൻ എല്ലാം ചെയ്യുവാൻ കർത്താവെ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. 2 തിമോഥെയോസിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇപ്രകാരം പറയുന്നു: ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി പ്രിയം വച്ച് കാത്തിരിക്കുന്ന ഏവർക്കും കൂടെ എന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ, കാരണം തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം പൗലോസിൻ്റെ ജീവിതത്തിൽ എഴുതിയ അവസാന ലേഖനങ്ങളാണെന്ന് കരുതപ്പെടുന്നു. അപ്പോൾ ജയിലിനുള്ളിൽ തൻ്റെ ജീവിതം, തൻ്റെ ഓട്ടം തികച്ചു, ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു, വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതി. നല്ല പോരെന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ പൊരുതാൻ നിന്നു എന്നല്ല. പിശാചും മനുഷ്യരും തൻ്റെ ജീവനെയും ജീവിതത്തെയും അപകടപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോഴും തർക്കവും വാദവും എല്ലാം വിശ്വാസത്തെ സംബന്ധിച്ച് വന്നപ്പോഴും വിശ്വാസത്തിൻ്റെ നായകനേർത്ത കർത്താവിന് വേണ്ടി മുറുകെ പിടിച്ചു നിന്ന പൗലോസ് പറയുന്നു: ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, ഇനി നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നു. അപ്പോൾ എനിക്ക് മാത്രമല്ല, കർത്താവിൻ്റെ വരവിൽ പ്രിയം വെച്ച പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്ന ഏവർക്കും കൂടെ. പ്രിയമുള്ള ദൈവമക്കളെ, ഈ കിരീടം നമുക്ക് ഓരോരുത്തർക്കും
വേണ്ടി സ്വർഗത്തിൽ കാത്തുവച്ചിരിക്കുന്ന കിരീടമാണ് നീതിയുടെ ഒരു കിരീടം. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ പ്രയാസങ്ങളിൽ ദൈവം, ഈ ലോകത്തിൻ്റെ കഷ്ടതകളിൽ ദൈവം, അതുപോലുള്ള പോരുകളിൽ, പോരാട്ടങ്ങളിൽ, വിശ്വാസത്തിൻ്റെ ശോധനകൾ പലപ്പോഴും ക്രിസ്തു മാർഗത്തെ തള്ളിപ്പറഞ്ഞ്, ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് പഴയ രീതികളിലേക്കൊക്കെ പോകുവാനൊക്കെ നമുക്ക് വശീകരണം വരുമ്പോൾ പല രീതിയിൽ നമ്മുടെ ശരീരത്തിന് ഉപദ്രവം, മനസ്സിന് ഉപദ്രവം, അങ്ങനെ ജീവിതത്തിൽ പല വിഷയങ്ങളിൽ തകർച്ചകൾ വന്നാലും വിശ്വാസത്തിന് വേണ്ടി ക്രിസ്തുവിൻ്റെ കുരിശെടുത്ത് മുന്നിലേക്ക് പോകുന്നവർക്കായി ആ ഒരു നീതിയുടെ കിരീടം കാത്തിരിക്കുന്നു. അതിനായി നമുക്കും പൗലോസിനെ പോലെ നമ്മെ തന്നെ ഒരുക്കി നമ്മുടെ ഓട്ടം തികയ്ക്കുവാൻ ചെയ്യേണ്ടുന്ന, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, നമ്മുടെ കുടുംബത്തിനായി, നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി ചെയ്യേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് തികച്ച് ആ നീതിയുടെ കിരീടം പ്രാപിക്കുവാൻ കർത്താവായിരിക്കുന്ന യേശു ഇന്ന് പകൽക്കാലം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.